ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ കിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ സുനന്ദ സുഭാഷിനെ അന്വേഷിച്ച് തൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നികേഷ് കാണുകയാണ്. അങ്ങനെ നികേഷിന് വളരെ വെപ്രാളം ഉണ്ടാക്കി. അങ്ങനെ ആദ്യം സുധീഷിനെ വിളിച്ചറിയിക്കുന്നു, അതിനുശേഷം ഹരീഷിനെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ എന്തിനാണ് സുനന്ദ ഇവിടെ വന്നത് എന്ന് അവർക്കൊരു ഭയം ഉണ്ടാകുകയാണ്. കാരണം ഇത് വലിയ പ്രശ്നമാകും. സുനന്ദ വീണ്ടും തൻ്റെ കല്യാണശേഷം സുഭാഷേട്ടനെ കാണാൻ വന്നത് സുഭാഷേട്ടനെയും അത് ബാധിക്കും, അതുപോലെ സുനന്ദയും ബാധിക്കും, ആ കുടുംബത്തിനും വലിയ പ്രശ്നമാകുമെന്ന് നികേഷ് മനസ്സിൽ കാണുകയും അങ്ങനെ തൻ്റെ ചേട്ടന്മാരെ വിളിച്ചറിയിക്കുന്നൊരു ഭാഗമുണ്ടല്ലോ. ഈ സമയത്ത് സുനന്ദ തൻ്റെ സുഭാഷേട്ടനോട് പോകാൻ നേരത്ത് മടങ്ങിപ്പോകാൻ സമയത്ത് പറയുന്നുണ്ട്, സുഭാഷേട്ട ഞാൻ അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നോട്ടെ, നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ട് ഞാൻ ഇനി എന്തായാലും പോവുകയാണ്. ഇനിയിപ്പോൾ ഒരു വരവ് ഉടനെ ഒന്നും കാണത്തില്ല, വന്നാൽ തന്നെ എനിക്കിവിടെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ അത് ഒരു ഞെട്ടലോടുകൂടി ആ സുഭാഷ് അത് കേട്ടോ കേട്ടോ. അതിനുശേഷം പറയാണ്, അയ്യോ സുനന്ദേ അത് ശരിയാവില്ല, അദ്ദേഹം വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, വരും സുഭാഷേട്ടാ, അദ്ദേഹം വരാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതും അദ്ദേഹം തന്നെയാണ്, അതുകൊണ്ട് വരും, എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് ഇരിക്കാമല്ലോ എന്നോർത്താണ് എന്ന് പറയണം. അപ്പോൾ സുഭാഷ് പറയുന്നു, എന്നാൽ ശരി, അദ്ദേഹം വരുമെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ വരാൻ പറയുകയാണ്. അങ്ങനെ സുനന്ദ അത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോകുന്നു. അതിനുശേഷം സുനന്ദയെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സുഭാഷിനെ നമുക്ക് കാണാം കേട്ടോ. എങ്കിലും മനസ്സിനുള്ളിൽ സുനന്ദയ്ക്ക് നല്ലത് മാത്രം വരണമെന്ന് സുഭാഷ് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല തൻ്റെ മനസ്സിലെ ആ വേദനകളൊക്കെ അല്പം സുനന്ദയെ കണ്ടതിന് ശേഷം മാറുന്ന ഒരു സുഭാഷിനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അങ്ങനെ അതിന് ശേഷം കാണുന്നത് പെട്ടെന്ന് തന്നെ ആദ്യം ഈ വാർത്ത നികേഷ് വിളിച്ചറിയിച്ച വാർത്ത കേട്ട് ഞെട്ടലോടുകൂടി ഹരീഷ് ഓടി വരിക കേട്ടോ. ഹരീഷ് വണ്ടിയുമായിട്ട് പാഞ്ഞു വരികയാണ്. അപ്പം നികേഷ് വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം നികേഷിനോട് ചോദിക്കുകയാണ്, എന്താ സംഭവം എന്ന് ചോദിക്കുക, എന്തിനാണ് സുനന്ദ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം നികേഷ് പറയുക, എനിക്കറിയത്തില്ല ചേട്ടാ ഹരീഷേട്ടാ, ഈ കുറച്ചു നേരം ഇവിടെ വന്ന് സുഭാഷേട്ടൻ്റെ മറ്റ് സംസാരമായിരുന്നു എന്ന് പറയാണ്. ഈ സമയത്ത് ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഹരീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ടല്ലോ. ഈ സമയത്ത് സുധീഷും നിധിയും വരികയാണ്. അപ്പം ഇവരും വലിയൊരു അങ്കലാപ്പോടു കൂടി അല്ലെങ്കിൽ വലിയൊരു ഭയത്തോടു കൂടി നികേഷിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, എന്തിയാടാ സുനന്ദ എന്തെങ്കിലും ചോദിക്കുക. അപ്പോൾ പറഞ്ഞു, സുനന്ദ പോയി എന്ന് പറയുകയാണ്. എന്തിനാണ് അവർ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നിധിയുടെ മുഖത്തും ഒരു ടെൻഷനുണ്ട്. കാരണം സുനന്ദ വന്നത് വലിയ ദോഷമുണ്ടാക്കുന്നുണ്ട്. സുഭാഷിനും വലിയ പ്രശ്നമാകും, അതുപോലെ സുനന്ദയ്ക്കും വലിയ പ്രശ്നമാകും. മാത്രമല്ല സുനന്ദ എന്തിനാണ് വിവാഹശേഷം സുഭാഷേട്ടനെ കാണാൻ വന്നത് എന്നൊരു വലിയൊരു സംശയവും ഇവരുടെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് ചോദിക്കുക, സുനന്ദ എന്തിനു ചോദിക്കുമ്പോൾ അവർ പോയി സുഭാഷേട്ടാന്ന് പറയുകയാണ്. എന്താണ് അവർ തമ്മിൽ കാണാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം നികേഷ് പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല സുഭാഷേട്ടാ, ഞാൻ വരുമ്പോൾ അവർ രണ്ടും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കണ്ടതെന്ന് പറയണം. എന്താണ് സംസാരിച്ചത് എന്ന് സുധീഷ് ചോദിക്കുക. അപ്പോൾ നികേഷ് പറഞ്ഞു, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷെങ്കിൽ ഞാൻ സുഭാഷേട്ടൻ എന്നെ കാണാതെ, അവർ രണ്ടുപേരും എന്നെ കാണാതെ നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും എനിക്ക് മനസ്സിലായില്ല, എന്തായാലും അവർ സംസാരിച്ചതിന് ശേഷം മടങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇവർ 3 പേരും അല്ല 4 പേരും ഇങ്ങനെ കൂടാതെ നല്ല ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് നേരെ കിച്ചണിൽ നേരെ ഈ ഹാളിലേക്ക് വരുമ്പോൾ നിധിയും സുധീഷും ഹരീഷും നികേഷും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ്. പെട്ടെന്ന് സുഭാഷ് ചോദിക്കുകയാണ്, നിങ്ങൾ വന്നോ, എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുക. എന്താ വെളിയിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല എന്താണ് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്നും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സുഭാഷിനെ കണ്ടപ്പം എല്ലാവരും ഒരു മുഖത്തിനൊരു ഗൗരവഭാവത്തിനെ സുഭാഷിനെ നോക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, എന്താണ് ഇവിടെ നിൽക്കുന്നത്, എന്താ എല്ലാവരും കൂടെ ഇവിടെ കൂടി നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല സുഭാഷേട്ടാ എന്ന് സുധീഷ് പറയുക കേട്ടോ. അപ്പോൾ പറയുന്നു, പെട്ടെന്ന് അപ്പം നിധിയെ കണ്ടപ്പം നിധിയോട് ചോദിക്കുകയാണ്, മോളെ എങ്ങനെയുണ്ട്, പോയ കാര്യം എങ്ങനെയാണ്, വിജയിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയുന്നു, വിജയിച്ച് സുഭാഷേട്ടാ, കുഴപ്പമില്ല, നാളെ കൂടെ ഉള്ളു, ഒരു ഏകദേശം എനിക്ക് ജോലി ഉറപ്പായിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ സുഭാഷിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുകയാണ്. അപ്പോൾ പെട്ടെന്ന് നികേഷിനെയും കാണുകയാണ്. നികേഷ, നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. ഞാനും വന്ന് കുറച്ച് നേരം വന്നു, എന്നെ കണ്ടില്ലല്ലോ സുഭാഷേട്ടെന്ന് ചോദിക്കുക. ഞാൻ എങ്ങനെ കാണാറില്ല, നീ വന്നിട്ട് ഞാൻ അങ്ങനെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. അപ്പം ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് എന്ന് പറയാണ്. എന്തായാലും നമുക്ക് അകത്ത് കയറി, എന്തിനാ ഇവിടെ നിൽക്കുന്ന, അകത്തേക്ക് കയറാൻ പറയും. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയാം, എന്നാൽ ഞാൻ എല്ലാവർക്കും ചായ എടുക്കാമെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് സുധീഷ് വിളിക്കുക, സുഭാഷൻ ഇപ്പോൾ പോകാൻ പറഞ്ഞേ, ഒരു കാര്യം ചോദിക്കാണ്ടെന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് നിൽക്കുകയാണോ, എന്താടാ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ആരാ വന്നത് എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ആര് വരാനാടാ എന്ന് ചോദിക്കുകയാണ്.
അല്ല ഇവിടെ ആരും വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ വന്നു, സുനന്ദ വന്നിരുന്നു എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവരെല്ലാം ഒന്നുകൂടി ഞെട്ടുവാടോ. എന്തിനു വന്നു? അതല്ലടാ, അവർക്കിവിടെ വരുന്നത് തന്നെ കുഴപ്പം. അവർ വന്നത് അവളുടെ വീട്ടിൽ പോവുകയാണ്, അവളും വിവാഹം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്, അതിനു മുമ്പ് യാത്ര പറയാൻ വന്നതാണെന്ന് പറയാണ്. അതിൻ്റെ കാര്യം വല്ലതും ഉണ്ടോ എന്ന് ഹരീഷൻ ചോദിക്കുകയാണ്. അവളുടെ വിവാഹം കഴിഞ്ഞല്ലേ, ഒന്നാമത്തെ കാര്യം വിവാഹം കഴിഞ്ഞു, സുഭാഷേട്ടനെ ഒരുപാട് ദ്രോഹിക്കുകയും അല്ലെങ്കിൽ സുഭാഷേട്ടനെ അവളെയും വേണ്ട, അവൾക്ക് സുഭാഷേട്ടനെയും വേണ്ടെന്നുള്ള രീതിയിലല്ലായിരുന്നു വിവാഹം നടന്നത്. പിന്നെന്തിനാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്? അതൊരു പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്ത് പ്രശ്നമാടാ? അവൾ വന്നു, യാത്ര പറഞ്ഞു, അങ്ങനെ പോവുക, യാത്ര ഇറങ്ങിയിട്ട് പോവുക, യാത്ര പറയാൻ വേണ്ടി വന്ന് അവൾ നാളെ വീട്ടിൽ പോവുകയല്ലേ. അതിനിപ്പോൾ എന്താണ്, സുനന്ദ വന്നതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം എല്ലാവരും മുഖത്ത് ഒരു ഗൗരവഭാവം കണ്ടപ്പോൾ സുഭാഷേട്ടൻ ചോദിക്കുന്നു, എന്താടാ ഇതിന് കുഴപ്പം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളെന്തിനാ ഈ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത്? സുനന്ദ വിവാഹം കഴിഞ്ഞു, അവൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ, അവൾ യാത്ര പറയാൻ വന്നു, അത് വലിയൊരു സന്തോഷമല്ലേ. അവൾക്ക് നമ്മൾ കല്യാണത്തിന് പോയില്ല, വിളിച്ചില്ല, എന്നാലും അവൾക്ക് നമ്മളോട് ഒന്ന് യാത്ര ചോദിക്കാൻ തോന്നിയല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇവർ പറയുന്നുണ്ട് കേട്ടോ, സുധീഷൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഒറ്റയ്ക്ക് വന്ന് സുഭാഷേട്ടന് മാത്രം യാത്ര ചോദിക്കാൻ മാത്രം ഒക്കെ ആയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷിന് ദേഷ്യം വരുന്നുണ്ട്. സുധീഷെ ആവശ്യമില്ലാത്ത കാര്യം പറയില്ലെന്ന് പറയാണ്. അതല്ലോ സുഭാഷേട്ടാ, അവൾ വിവാഹം കഴിഞ്ഞു, പിന്നെ ഒറ്റയ്ക്ക് എന്തിനാണ് അവൾ സുഭാഷേട്ടനെ കാണാൻ വന്നത്? അതിലെന്തോ പന്തികളുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുക. ഈ സമയത്ത് സുഭാഷിന് ദേഷ്യം വരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ല. അവൾ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്, അവൾ എന്നെ കാണാൻ വന്നു, യാത്ര പറഞ്ഞു, എല്ലാവരും കാണാൻ വന്നതായിരിക്കാം, പക്ഷേ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പം യാത്ര പറയാൻ വന്നു. അത് മാത്രമല്ല, അവൾ പോകുന്ന സമയത്ത് അവളുടെ ഭർത്താവിനെയുമായിട്ട് ഇങ്ങോട്ട് മടങ്ങി വരും, അല്ലെങ്കിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറയണം. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ഞെട്ടുക. എന്ത്, അവൾ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാമെന്നോ? അതെന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, അതൊന്നുമല്ല, വേറെ ഒന്നുമല്ല, ആദ്യമായിട്ടല്ലേ അവളുടെ ഭർത്താവുമായിട്ട് ഇങ്ങോട്ട് വരുന്നത്, അപ്പം നമുക്ക് ഒരു വിവാഹ സദ്യ അല്ലെങ്കിൽ ഒരു സൽക്കാരം കൊടുക്കാമെന്ന് ഞാനും ഏറ്റു എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കേട്ടപ്പം ആകെ കൺഫ്യൂഷനായി പോകുന്ന സുധീഷിനെയും നികേഷിനെയും ഹരീഷിനെയൊക്കെയാണ് കാണുന്നത്. അതിനൊപ്പം നിധിയെയും കാണാം കേട്ടോ. നിധിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നുകയാണ്. സുഭാഷേട്ടാ, ഇതെന്താണ് ഈ പറയുന്നത്? വിരുന്ന് കൊടുക്കാന്നോ? ഇന്നലെ വരെ ഇതുവരെയും നമ്മളെ കബളിപ്പിച്ചിട്ട് അവളുടെ വീട്ടുകാരും നമ്മളെ ചതിച്ചിട്ട് ഇനി അവൾക്ക് സദ്യയും കൂടെ കൊടുക്കണം, അവൾക്കും അവളുടെ ഭർത്താവിന് സദ്യ കൊടുക്കണമെന്നാണ് പറയുന്നത് എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. എടാ, അങ്ങനെ ഇന്ന് നമ്മൾ ചിന്തിക്കില്ല. അവളൊരു നല്ല പെൺകുട്ടി, അവളുടെ വീട്ടുകാരെ കുറിച്ചോ അമ്മാവനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അവളൊരു നല്ല പെൺകുട്ടിയല്ലേ, അവൾ വിവാഹം കഴിച്ചു പോവുകയാണ്. അപ്പം ആദ്യമായിട്ട് ഇവിടെ തന്നെയാണ് വരേണ്ടത്, അവൾ വരികയും ചെയ്യും. അതിനിപ്പോൾ എന്താണ് കുഴപ്പം? അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അവൾക്ക് വരുമ്പോൾ നല്ലൊരു സദ്യ കൊടുക്കണം, അവൾക്കും ഭർത്താവിനും നല്ലൊരു സദ്യ കൊടുക്കണം, അതിനുശേഷം അവരെ സന്തോഷത്തോടു കൂടി നമ്മൾ മടക്കി വിടണം എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ഇതിനെ എതിർക്കുക കേട്ടോ. സുധീഷും ഹരീഷും നികേഷൊക്കെ ഇത് എതിർക്കുക. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നിങ്ങൾ അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, ഞാൻ ഏറ്റതാണ്. അവരൊരു ഭർത്താവിനെയുമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ ഉടനെ വരും. വരുമ്പോൾ തന്നെ അവർക്ക് ഉള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് നിങ്ങൾ കൂടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൊടുക്കും, അത് ഞാൻ ഏറ്റ കാര്യമാണ് എന്ന് പറയാം. അപ്പോൾ സുധീഷ് ഇതിന് വിലങ്ങ് നിൽക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുന്ന സമയത്ത് നിധിയോട് പറയാണ് സുഭാഷ് പറയുന്നത്, നിധി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയാം. അപ്പം നിധി പറയാണ്, സുധീഷെ ആവശ്യമില്ലാത്ത കാര്യം പറയാതെ, സുഭാഷേട്ടനെ ഏറ്റുപോയതല്ലേ, സുനന്ദ വരട്ടെ, സുനന്ദയും ഭർത്താവുമല്ലേ വരുന്നത്, അവർ വന്ന് സദ്യ കഴിച്ചിട്ട് അവരെ സന്തോഷത്തോടു കൂടി നമുക്ക് പറഞ്ഞയക്കാം, അതിനിപ്പോൾ എന്താണ് പ്രശ്നം ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം സുധീഷ് ഒന്ന് അടങ്ങിയിട്ട് വാ, നിങ്ങൾക്ക് നിധി എപ്പോഴും സുഭാഷേട്ടൻ്റെ കൂടെയാണല്ലോ, ഇഷ്ടമുള്ളത് ചെയ്യാൻ പറയാം കേട്ടോ. അങ്ങനെ ഈ പെട്ടെന്ന് സുഭാഷ് അകത്തേക്ക് പോകും, ഞാൻ കടയിൽ പോയി സാധനമൊക്കെ മേടിക്കാമെന്ന് പറയാം. അപ്പോഴും സുധീഷ് ഉടക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും കാര്യമില്ല സുഭാഷേട്ട, അവർ വന്നിട്ട് പോകട്ടെ, ഇത് എന്തിനാണ് സുഭാഷേട്ടൻ ഈ സദ്യയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പറയാണ്, എടാ ആദ്യമായിട്ട് വരുന്നൊരു വ്യക്തിയാണ്, അതുകൊണ്ട് നമ്മൾ മാന്യമായ രീതിയിൽ അവരെ സൽക്കരിച്ച് വേണം പറഞ്ഞയക്കാൻ എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും മുറുമുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. സുധീഷും ഹരീഷും നികേഷൊക്കെ ഇവർക്കൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഈ സുനന്ദ വീണ്ടും വരുമെന്നും സുഭാഷേട്ടൻ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ എന്തായാലും സുഭാഷ് തൻ്റെ തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് കടയിലേക്ക് പോകുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാതെ കൺഫ്യൂഷൻ വെച്ച് നിൽക്കുക. സുനന്ദ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സുഭാഷേട്ടനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. മാത്രമല്ല ഭർത്താവ് ഈ സുഭാഷേട്ടൻ്റെയും സുനന്ദയുടെയും കാര്യം എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുനന്ദയുടെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമോ എന്നൊക്കെ അവർക്ക്. മാത്രമല്ല സുനന്ദയെ കാണുന്ന ഇപ്പോൾ ചെകുതാൻ കുരിശിനെ കാണുന്ന പോലെയാണ് സുധീഷിനും ഹരീഷിനും നികേഷിനൊക്കെ. എന്തായാലും
സുഭാഷ് വന്നു ആഹാരം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് പാചകം ചെയ്യുമ്പോൾ നികേഷും ഹരീഷും സുധീഷും ആ ഹാളിൽ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ദേഷ്യത്തിൽ സുഭാഷ് ചേട്ടൻ ചെയ്യുന്ന പ്രവൃത്തി, സുഭാഷ് ചേട്ടൻ ഈ സൽക്കാരം ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് കലിപ്പോട് കൂടി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് എന്തായാലും നിധിയും സുഭാഷിൻ്റെ കൂടെ കൂടുന്നുണ്ട്, ജോലി ചെയ്യാനൊക്കെ കൂടുക കേട്ടോ. സുഭാഷ് ചിക്കൻ മേടിക്കുന്നു, മീൻ മേടിക്കുന്നു, അങ്ങനെ ഉള്ള എന്തൊക്കെ സദ്യ ഉണ്ടാക്കാമോ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം, ഒരു സന്തോഷത്തോടു കൂടി സുഭാഷ് ഈ ആഹാരം ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നിധിയും സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ നികേഷ് പറയാണ്, ഞാൻ പോയി എന്താണ് സുഭാഷ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇവരുടെ ഈ ഹരീഷിനെ സുധീഷിൻ്റെ അടുത്ത് നിന്ന് പോവുകയാട്ടോ. അപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് അനുവാദം ചെയ്യും, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് അതിനിപ്പോൾ എന്നാടാ വാടാ എന്താണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം നികേഷ് അകത്തേക്ക് ഇരുന്നു. അകത്തേക്ക് എന്തൊക്കെയാണ് പാചകം നോക്കി ചോദിച്ച് നോക്കുമ്പോൾ മീനും ഇറച്ചിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സുഭാഷിനെ കണ്ടപ്പോൾ നികേഷിന് അതിശയം തോന്നുന്നു കേട്ടോ. ഇതുവരെയും ഇവിടെ അങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ നിധിക്ക് സ്വന്തതയ്ക്ക് വേണ്ടി ഇതുപോലെ സദ്യ ഉണ്ടാക്കുന്ന സുഭാഷിനെ കാണുമ്പോൾ കണ്ട് അതിശയിച്ച് നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് തൻ്റെ കയ്യിലിരുന്ന കുറച്ച് പച്ചക്കറികൾ വെജിറ്റബിൾ സുധീഷിനെ കൊടുത്തിട്ട് പറയണം, ഇടാ ഇത് നീ കൂടെ ഒന്ന് ശരിയാക്കുക, എത്രയും വേഗം നമുക്ക് ശരിയാക്കണം, ആവശ്യം എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് മോശമല്ലേ, അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നികേഷിന് കുറച്ച് ജോലി വീതിച്ചു കൊടുക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭാസ്കറിനകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ കിച്ചൺ നിറച്ച് ഇറച്ചിയും മീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ സദ്യ ഉണ്ടാക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പെട്ടെന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ഞെട്ടിപ്പോയി കഴിഞ്ഞ ശേഷം ചോദിക്കുകയാണ്, ഇതെന്താ ഇവിടെ ആരുടെയും ബർത്ത്ഡേ വല്ലതും ഉണ്ടോ, പിറന്നാൾ വല്ലതും ഉണ്ടോ, ഇതുപോലെ സദ്യ ഉണ്ടാക്കുന്നത് എന്താടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് പറയാണ്, അച്ഛാ അത് സുനന്ദ ഇന്നിവിടെ വന്നായിരുന്നു എന്ന് പറയുക. അപ്പം പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് ഭാസ്കരൻ ഞെട്ടിപ്പോ, സുനന്ദയോ എന്തിനിവിടെ വന്നു, ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ സുനന്ദ വന്നത് എന്ന് ചോദിക്കുകയാണ്. അച്ഛാ അത് അവൾ നാളെ തിരിച്ച് തൻ്റെ ഭർത്താവിനോടൊപ്പം പോവുകയാണ്, അപ്പോൾ യാത്ര ചോദിക്കാൻ വന്നതാണെന്ന് പറയാണ്. എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നത്, അതിൻ്റെ കാര്യം എന്താണ്, അവൾ കല്യാണം കഴിച്ച് പോയതല്ലേ, നിന്നെ കളിപ്പിച്ചിട്ട് പോയതല്ലേ, നീയൊക്കെ അവൾ വന്നപ്പം എന്തിനാണ് ഇങ്ങോട്ട് കയറ്റിയത്, അടിച്ചിറക്കാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ സുഭാഷ് പറയും, അച്ഛാ ആവശ്യമില്ലാത്ത കാര്യം പറയാതെ, അവൾ ഇവിടെ വരുന്നതല്ലേ, പിന്നെ വിവാഹശേഷം വന്ന് നമ്മളോട് യാത്ര പറഞ്ഞാൽ അത് മര്യാദ, നമ്മൾ അവൾക്ക് വേണ്ടപ്പെട്ടവരല്ലേ എന്ന് പറയണം. എന്ത് വേണ്ടപ്പെട്ടവർ, എനിക്കാരും വേണ്ടപ്പെട്ടവരല്ല എന്ന് പറയണം. അപ്പോൾ പറയാണ് സുഭാഷ് പറയാണ്, മാത്രമല്ല അവൾ വന്നെന്ന് മാത്രമല്ല ഇനിയും വരും എന്ന് പറയാണ്. ഇനിയും വരുമെന്നോ, എന്താണ് നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, അതെ അച്ഛാ അവൾ പോയിട്ട് തിരിച്ച് അവളുടെ ഭർത്താവിനുമായിട്ട് ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അവർക്ക് വേണ്ട ആഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് കടുപ്പിച്ച് സുഭാഷ് പറയും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഭാസ്കറിൻ്റെ ദേഷ്യം വരികയും, എൻ്റെ വീട്ടിലെങ്ങാനും അവളെ കയറ്റിയാൽ ഞാൻ അടിച്ചിറക്കും എന്ന് പറയുകയാണ്. അച്ഛാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കില്ല, അവർ വരും, അവർ വന്ന് ആഹാരം കഴിക്കും, നമ്മളെ സദ്യ ഉണ്ടാക്കി കൊടുക്കും, വിരുന്നിന് വരുന്നതാണ്, അതുകൊണ്ട് അച്ഛൻ ആവശ്യമില്ലാതെ ഒന്നും മിണ്ടാതിരിക്കാവോ, അല്ലെങ്കിൽ അച്ഛൻ എവിടെയെങ്കിലും പോകുന്ന പോലെ എങ്ങോട്ടെങ്കിലും പൊക്കോ എന്ന് പറയണം. ഞാൻ പോകണമല്ലേ എന്ന് ചോദിക്കുക ഭാസ്കരനല്ലേ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യും, അവർ വരട്ടെ, വന്ന് ആ സദ്യ കഴിച്ചിട്ട് പോകട്ടെ, നമ്മളവർക്ക് മാന്യത കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക സുഭാഷിനോട്. എൻ്റെ വീട്ടിൽ അവളെ കയറ്റിയില്ല എന്ന് പറയാണ്. എനിക്കില്ലാത്ത ബന്ധം നിനക്കെന്നാടാ, അവളുടെ തള്ള എൻ്റെ ഉടപ്പിറന്നവളാണ്, എനിക്കും അവൾക്കും യാതൊരു ബന്ധവുമില്ല, പിന്നെ എന്തിനാടാ അവളുടെ മോളുമായിട്ട് നിനക്കിത്ര ബന്ധം, നിനക്കെന്താണ് അവളുമായിട്ട് ഇത്ര ആത്മബന്ധം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് പറയാണ്, അച്ഛാ ആവശ്യമില്ലാത്ത കാര്യം പറയല്, ഇതിനെ എതിർക്കാനും നിൽക്കണ്ട, സുനന്ദയും ഭർത്താവും വരും, അവർക്ക് വേണ്ട ആഹാരം ഞാൻ ഉണ്ടാക്കി കൊടുക്കും, അതിന് യാതൊരു തർക്കവുമില്ല എന്ന് പറയണം. അപ്പം ഇതിനെതിരെ നിൽക്കുന്ന ഭാസ്കറിനെതിരെ ശക്തമായ ഒരു നിലപാട് സുഭാഷ് എടുക്കുന്ന, അത് ഇതുവരെയും തൻ്റെ അച്ഛനോട് അങ്ങനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. അങ്ങനെ എതിർത്ത് സംസാരിക്കുകയും അച്ഛന് പറ്റുമെങ്കിൽ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ പോകാൻ പറയുകയും, അങ്ങനെ ഞാൻ ആഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്, അവർ വരും, ആഹാരം കഴിക്കും, സന്തോഷത്തോടു കൂടി അവരെ മടക്കി അയക്കുമെന്ന് ഒരു നിലപാടെടുത്ത് പെട്ടെന്ന് അതിശയിച്ചു പോയി എല്ലാവരും കേട്ടോ. അപ്പോൾ നിധിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ അതിശയം വരിക, കാരണം സുഭാഷ് ചേട്ടൻ ഇതുവരെയും തൻ്റെ അച്ഛനോട് എല്ലാവരും കയർത്ത് സംസാരിക്കുമ്പോഴും സൗമ്യമായ രീതിയിൽ സംസാരിക്കുന്ന സുഭാഷിനെ ദേഷ്യഭാവത്തിൽ കാണുന്നത് ഇന്നാണ് നിധി. അങ്ങനെ എന്തായാലും ആഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് കേട്ട് എന്തെങ്കിലും നീയൊക്കെ കാണിക്കണ എന്നും പറഞ്ഞ് ഭാസ്കരൻ വെളിയിലേക്ക് പോയി അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ ആഹാരമൊക്കെ ഉണ്ടാക്കി ഈ സമയത്ത് സുധീഷും ഹരീഷും ദേഷ്യത്തോടു കൂടി പുറത്തുകൊണ്ടിരിക്കുന്ന ചില രംഗങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ അതിനുശേഷം ഈ
ആഹാരമൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് ഇത് റെഡിയായി നിൽക്കുന്ന സമയത്താണ് സുഭാഷ് ചേട്ടാ എന്നൊരു വിളി കേൾക്കുകയാണ്. അപ്പം പെട്ടെന്ന് സുഭാഷ് നടപാതക്കിലേക്ക് നോക്കുന്ന സമയത്ത് സുധീഷ് പറയാം, ആ നടപാതക്കിൽ ആരുമില്ല കേട്ടോ. അപ്പം നമ്മളും പ്രതീക്ഷിക്കുന്നത് ഒരു തോന്നലാണ് എന്ന് തോന്നിപ്പോവും. പക്ഷെങ്കിൽ സുഭാഷ് ആ വാതക്കിലേക്ക് നോക്കുമ്പോൾ, ഫ്രണ്ട് വാതക്കിലേക്ക് നോക്കുമ്പോൾ ആരുമില്ല. അപ്പം പെട്ടെന്ന് സുധീഷ് പറയാണ്, ചേട്ടാ അവിടെയല്ല, ഫ്രണ്ട് വാതിലല്ല, പുറകിലേക്ക് നോക്കാൻ പറയാം. അപ്പോൾ സുധീഷ് ഇത് കണ്ട് അപ്പോൾ പെട്ടെന്ന് സുനന്ദ പുറകിലെ വാതക്കൽ വന്ന് നിൽക്കുക. എന്നും വരുന്ന ആ വാതക്കൽ തൻ്റെ ഭർത്താവുമായിട്ട് വരിക. പെട്ടെന്ന് സുഭാഷ് ചോദിക്കുക, എന്താ സുനന്ദ നീ പുറകിൽ കൂടെ വരുന്നത്, ആദ്യമായിട്ട് വരുന്നതല്ലേ നിൻ്റെ ഭർത്താവ്, നീ എന്ത് ഈ പുറകിൽ കൂടെ വരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ആ സുനന്ദയ്ക്കും ഒരു അടി കിട്ടിയ പോലെയാകുക. കാരണം എല്ലാ ദിവസവും സുനന്ദ പുറകിൽ കൂടെ ആ പുറംവാതിലിലൂടെ അടുക്കളവാതിലിൽ കൂടെ കയറി ശീലിച്ചത് കൊണ്ട് തന്നെ സുനന്ദയുടെ ഭർത്താവുമായിട്ട് വന്നതും ആ പതിവ് പോലെ പുറംവാതിലിൽ കൂടി കേട്ടോ. അപ്പോൾ സുഭാഷ് പറയാം, മോളെ സുനന്ദ നീ ആ ഫ്രണ്ടിൽ കൂടെ ആദ്യമായിട്ട് വരുമല്ലേ, ഇങ്ങോട്ട് വരാൻ പറയുകയും അങ്ങനെ പെട്ടെന്ന് ഒരു ചമ്മലോട് കൂടി സുനന്ദ ഭർത്താവുമായിട്ട് വീണ്ടും അപ്പുറം വാതിക്കയുടെ അല്ലെങ്കിൽ ഫ്രണ്ട് വാതിക്കലൂടെ വരാൻ ശ്രമിക്കുമ്പോൾ ഭർത്താവ് പറയാണ്, ഞാനും ഓർക്കുകയായിരുന്നു നീ എന്തിനാണ് എന്നെ ഈ പുറകെ കൂടെ കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ അടിച്ച അല്ലെങ്കിൽ ഒന്ന് ചങ്കിടിപ്പ് സുനന്ദയ്ക്ക് ഉണ്ടായിട്ടോ. അപ്പോൾ സുനന്ദ പറയാണ്, അതല്ല, ഞാൻ എല്ലാ ദിവസവും അതിലെയല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതേ രീതിയിൽ വന്നതാണ് എന്ന് പറയാണ്. ക്ഷമിക്കാൻ പറയാട്ടോ. അപ്പം ഈ ഭർത്താവ് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല സുനന്ദ, അതിനിപ്പോൾ എന്താണ്, എന്നും വരുന്ന വഴിക്ക് നമ്മൾ വന്ന് ശീലിച്ചു പോയി, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുകയും അങ്ങനെ ഫ്രണ്ട് വാതിക്കലൂടെ വന്ന് എല്ലാവരും ചെന്ന് ഫ്രണ്ടിൽ വന്ന് സുനന്ദയെയും സുനന്ദയുടെ ഭർത്താവിനെയും സ്വീകരിക്കുക കേട്ടോ. സ്വീകരിച്ച് എല്ലാവരും വളരെ സന്തോഷം പ്രകടമാക്കിക്കൊണ്ട് സുധീഷും ഹരീഷും നികേഷൊക്കെ നിൽക്കുകയാണ്. അപ്പം നിധിക്ക് എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ. ഈ സമയത്ത് ദേഷ്യഭാവത്തിൽ ഇരിക്കുന്ന സുഭാഷിന്റെ അച്ഛനായ ഭാസ്കരനെ കാണാം കേട്ടോ. അപ്പം നിധി പെട്ടെന്ന് ഭാസ്കരനോട് പറയാം, കണ്ണു വെച്ച് കാണിക്കാൻ, വിളിക്കാൻ പറയാം. അപ്പം ഒരു മെറുമുറുത്തുകൊണ്ട് അല്ലെങ്കിൽ പെറുപുറത്തുകൊണ്ട് ആ കസാരയിൽ തന്നെ ദേഷ്യഭാവത്തിൽ ഇരിക്കുന്നൊരു ഭാഗമാട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് സുനന്ദ തൻ്റെ അമ്മാവനെ കണ്ടപ്പം ഭർത്താവിനോട് പറയാണ്, ഇതാണ് എൻ്റെ അമ്മാവൻ എന്ന് പറയാട്ടോ. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് സുനന്ദയുടെ ഭർത്താവ് കൈവച്ച് നമസ്കാരം പറയാട്ടെ. നമസ്കാരം പറയുന്ന സമയത്ത് പെട്ടെന്ന് അതുപോലെ കലിപ്പോട് കൂടി ഇരുന്ന ഭാസ്കരൻ ചാടി എണീറ്റ് തിരിച്ച് ആ പയ്യനെ അല്ലെങ്കിൽ സുനന്ദയുടെ ഭർത്താവിനെ സ്വീകരിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. അതുവരെയും എതിർത്ത് നിന്ന ഭാസ്കരൻ വളരെ സന്തോഷത്തോടു കൂടി കയറുവാ മോനെ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയും ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്ന നിധിയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.